ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഏകദേശം ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത സ്ഥലമാണത്. ഞാൻ മെയിൻ ക്യാമറയിൽ കാണിച്ചു തരാം. ഇതാണ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള നൈസ് റൂമാണ്. നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് നമ്മളെ ഊട്ടി ട്രിപ്പിൻ്റെ ശരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. ഊട്ടിയിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാനും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പോണത് ഇനിയാണ്. വലിയ കുഴപ്പമില്ല, തണുപ്പ് അത്ര തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റത്തെ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ ഒക്കെ കണ്ടോളൂ. ഓക്കെ, അക്കുടനും ഫാമിലിയും എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹായ് കൊടുക്കൂ. ഹായ് ഹായ്. നമ്മളപ്പോൾ അടയാർ ആനന്ദഭവനിലാണ് വന്നേക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഗീ റോസ്റ്റൊക്കെ, ഊട്ടിയിൽ വരുന്നവർ മിക്കവാറും ഈ ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഗീ റോസ്റ്റാണ് ഇവിടെ സ്പെഷ്യൽ. ഗീ റോസ്റ്റ് 150 രൂപയാണ് വരുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഫുഡിന് അങ്ങനെ റേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡും ഈ പറഞ്ഞ പോലെ കുറേ അലയേണ്ടി വരും. അപ്പോൾ നമ്മൾ അടയാർ ആനന്ദഭവൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വൗച്ചറൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അടയാർ ആനന്ദഭവൻ്റെ വൗച്ചർ. സ്പെഷ്യൽ ഗീ റോസ്റ്റ് അതാണ് നമ്മൾ ഓർഡർ ചെയ്തതാണ്. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ പുറത്ത് വന്നിട്ട് വലിയ റേറ്റ് എന്ന് പറയാനില്ല. ഇഡ്ഡലി 2 55 രൂപയ്ക്കാണ് വരുന്നത്. നമ്മൾ പുറത്ത് വരുമ്പോൾ അങ്ങനെ ഫുഡിന് റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തൊപ്പിയാണോ? എൻ്റെ അത്ര ഉണ്ട് ഇരുന്നിട്ട് ഗീ റോസ്റ്റ് സ്പെഷ്യൽ. നമുക്ക് തിന്നാം. അപ്പോൾ നമുക്ക് കഴിക്കാം. എന്തായാലും അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, കണ്ട തൊപ്പി പോലെ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, വെച്ചിട്ടുണ്ട്. ഓക്കെ, പിള്ളേർക്കൊക്കെ ഗീ റോസ്റ്റ് വാങ്ങണമെങ്കിൽ അവർക്കൊക്കെ കംഫർട്ടായിരിക്കും. അമ്നു എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എങ്ങനെയുണ്ട് അബി? രാഹുൽ പിന്നെ നല്ല പോളിങ്ങാ. ഡക്കുടു മക്കുടു. പിള്ളേരെല്ലാവരും നല്ല പോളിങ്. അപ്പോൾ ഞാനും കഴിച്ചു തുടങ്ങണം കേട്ടോ. ഓക്കെ, അങ്ങനെ ദോശയുടെ ഏറ്റവും മുകളിലുള്ള എടുത്തിട്ട് നമ്മളിങ്ങനെ ചട്നിയിലൊക്കെ മുക്കി സെമ്മയാർക്ക്. അതായത് ഇവന്മാർ ഇതിൽ ഭയങ്കര കംഫർട്ടുണ്ട്. അപ്പോൾ അവർ അത്യാവശ്യം കഴിച്ച് കഴിഞ്ഞിട്ട് ദോശ ഒന്നും പറയല്ല, കിടിലേ. ആഹാ, രാവു ഒരെണ്ണം വേണ്ടി വരും. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ അടയാർ ആനന്ദഭവൻ അല്ലാണ്ട് ഊട്ടി ടൗണോട് ചേർന്ന് കിടക്കണ നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്ന് മെൻഷൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസ് ആയിട്ട് കാണാം.